ഒരു ദിവസം വൈകുന്നേരം വിശന്നു വലഞ്ഞു നടന്ന ഒരു കുറുക്കൻ കിണറിനുള്ളിൽ ചന്ദ്രബിംബം പ്രതിഫലിക്കുന്നത് കണ്ടു. അതൊരു രസികൻ വെണ്ണക്കട്ടിയായിരിക്കും എന്നാണ് ആ മണ്ടൻ കുറുക്കൻ വിചാരിച്ചത്. ആ കിണറിന് 2 തൊട്ടികളുണ്ടായിരുന്നു. അതിലൊന്നിൽ കുറുക്കൻ കയറിയിരുന്നു. കുറുക്കന്റെ ഭാരം കാരണം തൊട്ടി കിണറിനടിയിലേക്ക് താഴ്ന്നുപോയി. കിണറിനടിയിലെത്തിയപ്പോഴാണ് കുറുക്കന് അമളി പിണഞ്ഞത് മനസ്സിലായത്. എന്നാൽ ഇനി എന്തു ചെയ്യാൻ? തൻ്റെ അന്ത്യം ഇവിടെ തന്നെ ആയിരിക്കും എന്ന് ചിന്തിച്ച് കുറുക്കൻ വിഷമിച്ചിരുന്നു. എങ്ങനെയെങ്കിലും മുകളിലെത്താൻ ഒരു വഴിയും കുറുക്കൻ്റെ ബുദ്ധിയിൽ കണ്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും ഒരു ജന്തു താൻ ചെയ്തതുപോലെ 2ാമത്തെ തൊട്ടിയിൽ ഇരുന്ന് കിണറിനകത്തേക്ക് വരികയാണ് എങ്കിൽ രക്ഷപ്പെടാനാകും എന്ന് കുറുക്കൻ ചിന്തിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞു. ഒരു മൃഗം പോലും അതുവഴി വരാത്തതുകൊണ്ട് കുറുക്കന് വലിയ നിരാശ തോന്നി. അവസാനം ദാഹിച്ചു വലഞ്ഞ ഒരു ചെന്നായ ആ കിണറിൻ്റെ അടുത്തെത്തി. ചെന്നായയെ കണ്ട കുറുക്കൻ വിളിച്ചു പറഞ്ഞു, "കൂട്ടുകാരാ, ഇവിടെ നിനക്കായി ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതിവിശിഷ്ടമായ വെണ്ണക്കട്ടി നിനക്കായി ഇതാ കാത്തിരിക്കുന്നു. ഹെയ്ഫറിൻ്റെ പാലിൽ നിന്നും ഫൊനസ് ഉണ്ടാക്കിയ നല്ല 1-ാം തരം വെണ്ണക്കട്ടി." സിയൂസിൻ്റെ സഹോദരി ഹീരയാൽ ശപിക്കപ്പെട്ട് വെളുത്ത കറവപ്പശുവായി മാറിയ സിയൂസിൻ്റെ പത്നിയാണ് ഹെയ്ഫർ. ഫൊനസ് കാടിൻ്റെയും വയലുകളുടെയും ആട്ടിൻപറ്റത്തിൻ്റെയും ദേവതയുമാണ്. ജൂപ്പിറ്റർ ദേവന് വിശപ്പില്ലായ്മയും നാവിന് രുചിക്കുറവും ഉണ്ടായപ്പോൾ ഇത് കഴിച്ചാണ് അദ്ദേഹം വിശപ്പ് വീണ്ടെടുത്തത്. വേണ്ടുവോളം ഇവിടെയുണ്ട്. മുകളിലുള്ള തൊട്ടിയിൽ കയറി നീ വേഗം താഴേക്ക് വരൂ. ധാരാളം വെണ്ണ കഴിച്ചുകൊള്ളൂ. കേൾക്കേണ്ട താമസം. വിശന്നു വലഞ്ഞ ചെന്നായ തൊട്ടിയിൽ കയറി കിണറിനകത്തേക്ക് ചെന്നു. അപ്പോൾ കുറുക്കൻ ഇരുന്ന തൊട്ടി മുകളിലേക്ക് എത്തുകയും അത് ചാടി രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ ചെന്നായയെ കളിയാക്കാൻ വരട്ടെ കേട്ടോ. പലപ്പോഴും നമ്മളും ഇതുപോലെയുള്ള മോഹനമായ വാഗ്ദാനങ്ങളിൽ കുടുങ്ങാറുണ്ട്. യഥാർത്ഥത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നതും ഭയക്കുന്നതുമായ വസ്തുതകളെ ഒരാൾ എളുപ്പത്തിൽ വിശ്വസിക്കുന്നു എന്നതാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്രീങ്കാരാങ്കണദീപികാം ശ്രീതജനാനന്ദപ്രദാം ശ്രീമതീം ശ്രീമന്മഞ്ജുളരത്നസാനുവിലസൻ മധ്യസ്ഥകൂടാഗ്രത ശ്രീമന്നാഗരമധ്യലാലിസു മഹശ്രീചക്രബിന്ദൗ സ്ഥിതാം ശ്രീനാഥാദ്യമരാർച്ചിതാം ഹൃകമലാം ശ്രീസുന്ദരീം ഭാവയേ. ഹ്രീങ്കാരാങ്കണ ദീപികാം. ഹ്രീം എന്ന മന്ത്രമാകുന്ന മുറ്റത്തെ വിളക്ക്, അതായത് പ്രകാശം ആയിട്ടുള്ള അമ്മ. ശ്രിതജനാനന്ദപ്രദാം. അമ്മ തന്നെ ആശ്രയിക്കുന്ന ഭക്തർക്ക് ആനന്ദം നൽകുന്ന ദേവിയാണ്. ശ്രീമതി, ഐശ്വര്യപൂർണയാണ് അമ്മ. ശ്രീമൻ മഞ്ജുള രത്നസാനുവിലസൻ മധ്യസ്ഥ കൂടാഗ്രക. മനോഹരമായ രത്നങ്ങൾ നിറഞ്ഞ മേരുപർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുന്ന അമ്മ. ശ്രീമന്നാഗരമധ്യലാസി. അമ്മയുടെ പുരം ശ്രീനഗരം എന്നാണ് അറിയപ്പെടുന്നത്. അമ്മയുടെ പുരമായ ശ്രീനഗരത്തിൻ്റെ നടുക്കായിട്ട് ശോഭിക്കുന്നവളും സുമഹത് ശ്രീചക്രബിന്ദൗ സ്ഥിതാം. അതിമഹത്തായ ശ്രീചക്രത്തിൻ്റെ നടുക്കുള്ള ബിന്ദുവിൽ കുടികൊള്ളുന്ന അമ്മ. ശ്രീനാഥാദ്യമരാർച്ചിതാം ഹ്രി കമലാം. ശ്രീനാഥൻ ശ്രീ മഹാവിഷ്ണുദേവനാണ്. മഹാവിഷ്ണു തുടങ്ങിയ ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്ന പാദകമലങ്ങളോടുകൂടിയ അമ്മ. ശ്രീസുന്ദരീം ഭാവയേ. അങ്ങനെയുള്ള
ആ ലളിതാ ത്രിപുരസുന്ദരീ ദേവിയെ, ശ്രീവിദ്യയെ ഞാൻ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. ഭക്തർക്ക് ആനന്ദം നൽകുന്ന അമ്മേ, അവിടുന്ന് ഹ്രീം എന്ന മന്ത്രത്തിൻ്റെ രൂപം ഉള്ള ദേവിയാണ്. രത്നസാനുവായ, രത്നങ്ങൾ കൊണ്ടുള്ള കൊടുമുടിയായ മഹാമേരുവിൻ്റെ മുകളിലും ശ്രീചക്രത്തിൻ്റെ നടുക്കുള്ള ബിന്ദുവിലും അമ്മ വാണരുളുന്നു. ശ്രീ മഹാവിഷ്ണുദേവൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന അങ്ങനെയുള്ള ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരീ ദേവി, എൻ്റെ അമ്മേ, ഞാൻ അമ്മയെ ധ്യാനിക്കുന്നു. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. മൃണാളം പോലെ മൃദുവായ ദോർലതകളോടുകൂടിയ അമ്മയെ 579 മന്ത്രത്തിൽ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മൃണാള മൃദുദോർലത എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ ആ മന്ത്രം. മൃണാളം താമരവളയമാണ്. ദോർലത എന്ന് പറഞ്ഞാൽ വള്ളി. ദോർലതകൾ കൈകളാകുന്ന വള്ളികൾ. അതുകൊണ്ട് താമരവളയം പോലെ മൃദുവായതും വള്ളി പോലെ തോന്നിക്കുന്നതുമായ കൈകളോടുകൂടിയ അമ്മ. ഇങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അമ്മയുടെ കൈകളുടെ മൃദുത്വവും സൗന്ദര്യവുമാണ് ഈ നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതകളാകുന്ന ദേവിമാർ നമുക്ക് കാണിച്ചു തരുന്നത്. ഓം മൃണാള മൃദുദോർലതായൈ നമഃ. ഓം. ഓം ഹ്രീം മൃണാള മൃദുദോർലതായൈ നമഃ. ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, എത്ര വലിയ ദുഃഖവും കഷ്ടതകളും അമ്മയുടെ കൈകൾ പോലെ അമ്മ മൃദുവാക്കി മാറ്റുന്നു എന്നതാണ്. എത്ര വലിയ ദുഃഖമാണെങ്കിലും അവയെല്ലാം നിസ്സാരമായി കണക്കാക്കി നേരിടുവാനുള്ള ശക്തിയും സാഹചര്യവുമെല്ലാം അമ്മ നമുക്ക് നൽകുകയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിത്തരികയും ചെയ്യുന്നു. മഹനീയ എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം. വന്ദിക്കപ്പെടേണ്ടവൾ അല്ലെങ്കിൽ പൂജിക്കപ്പെടുവാൻ യോഗ്യതയുള്ള അമ്മ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ളവ എന്തൊക്കെയുണ്ടെങ്കിലും അവയൊക്കെ തന്നെ അമ്മയുടെ വിവിധ രൂപഭേദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് ദേവതയെ പൂജിക്കുമ്പോഴും ആ പൂജകളൊക്കെ ചെന്നെത്തുന്നത് അമ്മയുടെ ശ്രീപാദങ്ങളിൽ തന്നെയാണ്. ഉദാഹരണമായി ശ്രീ മഹാവിഷ്ണുദേവന്റെ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർച്ചിക്കുമ്പോൾ അതും അമ്മയുടെ പാദപത്മങ്ങളിൽ തന്നെയാണ് അർച്ചിക്കപ്പെടുന്നത്. ഈ മന്ത്രത്തോടൊപ്പം സൗന്ദര്യലഹരിയിലെ ഒരു മന്ത്രം കൂടി ചേർത്ത് ജപിക്കുന്നതും ഉത്തമമാണ്. അതുകൊണ്ട് ഈ മന്ത്രത്തിൻ്റെ അർത്ഥവുമായി ബന്ധമുള്ള സൗന്ദര്യലഹരി സ്തോത്രത്തിലെ 29 മന്ത്രവും അർത്ഥവും കൂടി പറയാം. കിരീടം വൈരിഞ്ചം പരിഹരപുര കൈഡഭഭിത കഠോരേ കോടീരേ സ്ഖലസി ജഹി ജംഭാരിമകുടം പ്രണമ്രേഷ്വേദേഷു പ്രസഭം ഉപയാതസ്യ ഭവനം ഭവസ്യാഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജയതേ. കിരീടം വൈരിഞ്ചം, കിരീടത്തെ, ബ്രഹ്മാവിനെ സംബന്ധിച്ച ബ്രഹ്മാവിൻ്റെ കിരീടത്തെ എന്നാണ് അർത്ഥം. പരിഹര പുര, പരിഹരിച്ചാലും അഗ്രഭാഗത്തിൽ കൈഡഭഭിത, ശ്രീ മഹാവിഷ്ണുദേവന്റെ കഠോരേ കൂടീരേ, രത്നങ്ങൾ പതിച്ചിട്ടുള്ളതിനാൽ
കഠിനമായ കിരീടത്തിൽ സ്ഖലസി തട്ടുന്നു. ജഹി പരിത്യജിച്ചാലും. ജംഭാരി മകുടം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ കിരീടത്തെ. സ്ഖലസി തട്ടുന്നു. പ്രണമ്രേഷു ഏതേഷു സൽസു. ഇവർ ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ എന്നിവർ അമ്മയെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസഭം പെട്ടെന്ന് ഉപയാതസ്യ ഭവനം വീട്ടിൽ എത്തിച്ചേർന്ന ഭവസ്യ ശ്രീ മഹാദേവന്റെ അഭ്യുത്ഥാനത്തിൽ ശ്രീ മഹാദേവൻ പ്രവേശിക്കുന്നത് കണ്ട് അമ്മ എഴുന്നേൽക്കുന്ന സമയത്ത് തവ പരിജനോക്തി അമ്മയുടെ സേവകരായിട്ടുള്ള ജനങ്ങളുടെ വാക്കുകൾ വിജയത്തെ വിജയിക്കുന്നു. അല്ലയോ എൻ്റെ അമ്മേ, ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ എന്നിവർ അമ്മയെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് മഹാദേവൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതുകണ്ട് അമ്മ എഴുന്നേറ്റ് മുന്നോട്ട് വരുന്നു. ആ സമയം ബ്രഹ്മദേവന്റെ കിരീടത്തെ അവിടുന്ന് ഒഴിവാക്കിയാലും വിഷ്ണുവിൻ്റെ ധാരാളം രത്നങ്ങൾ പതിച്ചതും കട്ടിയുള്ളതുമായ കിരീടത്തിൽ അമ്മയുടെ തൃപ്പാദങ്ങൾ തട്ടല്ലേ. ദേവേന്ദ്രന്റെ കിരീടവും മുന്നിലുണ്ട്, അതും അമ്മ ഒഴിവാക്കി മാറി നടക്കണേ. ഇങ്ങനെയുള്ള അമ്മയുടെ പരിജനങ്ങളുടെ വാക്കുകൾ വിജയിച്ചരുളുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്താണ് മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ പെട്ടെന്ന് അവിടേക്ക്, അതായത് ആ വീട്ടിലേക്ക് മഹാദേവൻ കടന്നു വരുന്നത്. ഭർത്താവിനെ കണ്ട ഉടനെ ഭഗവതി എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് മുന്നോട്ട് നടക്കുന്നു. അന്നേരം അമ്മയുടെ മൃദുലമായ പാദങ്ങൾ അമ്മയെ നമസ്കരിച്ച് കിടക്കുന്ന ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരുടെ കിരീടങ്ങളിൽ തട്ടരുത് എന്ന് കരുതി അടുത്തുള്ള പരിജനങ്ങൾ അമ്മയോട് പറയുകയാണ്, ഇതാ ഇന്ദ്രന്റെ കിരീടം, ദേ വിഷ്ണുവിൻ്റെ കിരീടം, കട്ടിയുള്ള ആ കിരീടത്തിൽ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്, അത് അവിടുന്ന് ഒഴിവാക്കി നടക്കണേ എന്നിങ്ങനെ അമ്മയോട് അപേക്ഷിക്കുന്നു. ഇപ്രകാരം ഉള്ള ആ വാക്കുകൾ, ആ പരിജനങ്ങളുടെ വാക്കുകൾ വിജയിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ഓം മഹനീയായൈ നമഃ. ഓം ഹ്രേം മഹനീയായൈ നമഃ. കഠിനമായി അധ്വാനിച്ചുണ്ടാക്കിയ ധനം ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുന്നു എങ്കിൽ അത് വീണ്ടെടുക്കാൻ ഈ മന്ത്രം ഉപകരിക്കും. ദിവസവും 3 പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിച്ച് അമ്മയെ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവർക്ക് വാക്സാമർഥ്യവും ഉണ്ടാകുന്നു. ശത്രുവിനെ മിത്രമാക്കാനും ഈ മന്ത്രം ഉത്തമമാണ്. തിങ്കളാഴ്ച ദിവസമോ പക്കപ്പുറന്നാളിലോ ഇവിടെ നൽകിയിട്ടുള്ള സൗന്ദര്യലഹരിയിലെ മന്ത്രത്തോടു ചേർത്ത് ഈ നാമമന്ത്രം കൂടി 7 പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹസാധ്യവും എത്ര വലിയ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനവും കിട്ടുന്നതാണ്. വാക്കുതർക്കം, അപകടം, ധനനാശം, മാനസികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ നിന്നും എപ്പോഴും ഈ മന്ത്രം രക്ഷിക്കുന്നു. ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും തന്നെ ഇല്ലതാനും. എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. അമ്മ എല്ലാവരുടെയും വിഷമങ്ങൾ അകറ്റി സൗഖ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാമമന്ത്രവ്യാഖ്യാനം അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.